ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന ഒരു മോഡലാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റെഡ് കളർ ബീഡ് എടുത്തിട്ടുണ്ട്, പിന്നെ വൈറ്റ് കളർ ബീഡും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒരളവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് വയർ ബോയാണ്, പിന്നെ 2 എൻഡ് ബീഡും കൂടെ എടുത്തിട്ടുണ്ട്, 2 സൈഡും വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫോം ഫ്ലവർ ആണ് ആവശ്യമുള്ളത്. ഫോം ഫ്ലവർ ഞാൻ റെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ. ഇത് പലരും സ്റ്റെൻസിൽസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്റ്റെൻസിൽസ് പോലത്തെ ഒരു മോഡലാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഞാൻ പേപ്പറിലാണ് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ അടുത്ത് ഇതുപോലത്തെ വലിയ മോഡൽസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഞാൻ പേപ്പറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് പേപ്പറിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. ഗ്ലൂ ഗൺ വന്നിട്ട് ഒന്ന് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ്. B7000 ആയാലും കുഴപ്പമില്ല, കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അതിനുശേഷം ഞാൻ വൈറ്റ് കളർ ഗ്ലിറ്റർ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഗ്ലിറ്റർ ഷീറ്റിൽ നമ്മൾ ആ മോഡലൊന്ന് വെച്ച് കൊടുത്ത് പെൻസിൽ ഉപയോഗിച്ച് ഒന്ന് വരച്ചു കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഞാൻ ഇത് സ്റ്റെൻസിൽ വരച്ചെടുത്തിരിക്കുന്നത് നമ്മൾ ഫോണിൽ നോക്കി തന്നെയാണ് വരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് പല മോഡലും ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുള്ളത് ഞാൻ ഇനി ഒരു ദിവസം ഒരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് പല മോഡലും ചെയ്തെടുക്കാൻ പറ്റും. ബട്ടർഫ്ലൈ, ഫ്ലവേഴ്സ്, ഹാർട്ട് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോയിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. വയർ ബോ എടുത്തിട്ട് ഒരു സൈഡ് കൊണ്ടൊന്ന് ഗ്ലിറ്റർ ഷീറ്റിലൊന്ന് കുത്തി അപ്പുറത്തെ സൈഡിൽ എടുക്കണം കേട്ടോ. ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടോ. ഇപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫോം ഫ്ലവർ എടുക്കാം. ഫോം ഫ്ലവർ ഞാൻ ഇളക്കിയാണ് ഓരോന്ന് വീതം ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിച്ചെടുക്കുമ്പോഴേക്കും അതിങ്ങ് വന്നോളും, ഇളകി വന്നോളും. അത്ര ബലമൊന്നുമില്ല അതിന്. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതിന് ശേഷം ഗ്ലൂ ഉപയോഗിച്ച് ഇത് ഫോം ഫ്ലവർ ഇപ്പം നമ്മൾ ബോയിൽ വെച്ചെടുത്തിരിക്കുന്ന ആ മോഡലിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോ റെഡിയായി വരും. വളരെ ഈസി ആയിട്ടും ഉണ്ടോ, എത്ര പെട്ടെന്നാണ് ചെയ്തതെന്ന് അറിയാം. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന. പിന്നെ ബീഡ്സ് നമുക്ക് കോർത്ത് കൊടുക്കാം. റെഡും വൈറ്റും അങ്ങനെ മാറി മിക്സ് ചെയ്താണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു സൈഡിൽ ഇട്ട് കൊടുത്തതിന് ശേഷം എൻഡ് ബീഡ് വെച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ബീഡ്സ് വയ്ക്കുമ്പോഴേക്കും നമ്മൾ ഗ്ലൂ ഒന്ന് തേച്ച് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ തന്നെ ഒരുപോലെ ഇങ്ങനെ ഇരിക്കുള്ളൂ, ഇളകി പോകാതിരിക്കുള്ളൂ. അപ്പോൾ എൻഡ് ബീഡും കൂടെ വെച്ചിട്ട് അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മളെ ബോ റെഡിയായി കിട്ടും. പിന്നെ വൈറ്റ് കളർ ഗ്ലിറ്റർ ഷീറ്റിന് പകരം റെഡ് കളർ ഗ്ലിറ്റർ ഷീറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, നല്ലതായിരിക്കും. ഫ്ലവർ വന്നിട്ട് വൈറ്റ് എടുക്കണം, അപ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് അടിഭാഗത്ത് നമുക്ക് ഫെൽറ്റ് ഷീറ്റൊന്നും വെക്കേണ്ട ആവശ്യമില്ല, സൂപ്പറായിട്ട് വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്